സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. നീ വലിയ ആർട്ടിസ്റ്റാന്ന നിന്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. കഴിഞ്ഞ ദിവസം സത്യഭാമ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തനിക്കെതിരെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്നേഹയ്ക്കെതിരെയായിരുന്നു വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ വിചാരം ഭയങ്കര എന്തോ വലിയ ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അല്ല എന്നാണ് അവളുടെ വിചാരം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആ ഒരു വീഡിയോയിൽ സത്യഭാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നേഹയെടുത്ത് ഇത്ര ദേഷ്യം വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ ഒരു സത്യഭാമ കുറേയധികം പ്രശ്നങ്ങളിൽ വന്ന് കുരുങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ കളറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസിലൊക്കെ പറയുന്നതും അത് ആൾക്കാർ എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യുകയും സത്യഭാമയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സ്നേഹ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇതൊന്നും ശരിയല്ല, ഇവരെ പോലുള്ളവരൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവർക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. സ്നേഹയ്ക്കെതിരെ കവളൊക്കെ കണ്ടില്ലേ, ചബ്ബി ഒരുമാതിരി വല്ലാതിരിക്കുന്ന അവളാണ് ആർട്ടിസ്റ്റ് എന്ന് വിചാരം എന്നൊക്കെയാണ് ഈ ഒരു സത്യഭാമ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത്. ഇതിൻ്റെ താഴെ വന്നിട്ട് സത്യഭാമയ്ക്കെതിരെ ഭയങ്കര അപ്പം നിങ്ങളാരാ ഭയങ്കര ഐശ്വര്യരായ പോലെയൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വരുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം സത്യഭാമയ്ക്കെതിരെ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.